ഹായ് സ്റ്റുഡൻസ്, വെൽക്കം. നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 6-ൻ്റെ അകത്തെ അടുത്ത കുറച്ച് ടോപ്പിക്സാണ്. വിച്ച് ആർ ക്യാരി ബൈപ്പാസ് ആഡർ, ലീനിയർ ക്യാരി സെലക്ട് ആഡർ ആൻഡ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈസ് ദ ക്യാരി ബൈപ്പാസ് ആഡർ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ റിപ്പിൾ ക്യാരി ആഡറും ഒക്കെ ക്യാരി ലുക്ക് ഹെഡ് ആഡറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പ്രൊപ്പഗേറ്റ് ആസ് വെൽ ആസ് ജനറേറ്റ് ഫങ്ഷൻസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മളുടെ പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇഫ് ദ വാല്യൂ ഓഫ് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1, എന്താണ്? സി ഇൻ വിൽ ബി ഈക്വൽ ടു സി ഔട്ട്. അത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം നമ്മളെ ഫിഗറിലേക്ക് നോക്കുക. ഇപ്പം 4 ഫുൾ ആഡേഴ്സ് ഉണ്ട്. ഇപ്പം ആ 4 എണ്ണത്തിനും പ്രൊപ്പഗേറ്റ് ഫങ്ഷൻസ് ഉണ്ട്. പ്രൊപ്പഗേറ്റ് ആൻഡ് ജനറേറ്റ് ഫങ്ഷൻസ് നമുക്കറിയാം ഇൻപുട്സിൽ നിന്നാണ് അത് ഫോം ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ 4 എണ്ണത്തിൻ്റെയും ഇഫ് ദ വാല്യൂ ഓഫ് ദ പ്രൊപ്പഗേറ്റ്സ് ആർ 1, സി ഇൻ വിൽ ബി ഈക്വൽ ടു സി ഔട്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഒന്ന് എടുത്ത് നോക്കിക്കേ. ആദ്യത്തെ കേസിൽ സി ഐ ഓഫ് 0 വിൽ ബി ഈക്വൽ ടു സി നോട്ട് ഓഫ് 0. ദെൻ രണ്ടാമത്തേൻ്റെയും പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ സി നോട്ട് ഓഫ് 0 വിൽ ബി ഈക്വൽ ടു സി നോട്ട് ഓഫ് 1. ദെൻ തേർഡിൻ്റെ അതേപോലെ തന്നെ പ്രൊപ്പഗേറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ സി നോട്ട് ഓഫ് 1 വിൽ ബി ഈക്വൽ ടു അതിൻ്റെ സി ഔട്ട്. ദെൻ ലാസ്റ്റ് വണ്ണിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദാറ്റ് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1 അഗെയിൻ സി നോട്ട് ഓഫ് 2 വിൽ ബി ഈക്വൽ ടു സി നോട്ട് ഓഫ് 3, വിച്ച് മീൻസ് ഇപ്പോൾ എല്ലാത്തിനും പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ആ സി ഐ ഓഫ് 0 വിൽ ബി ഈക്വൽ ടു സി നോട്ട് ഓഫ് 3. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ടേം ഡിഫൈൻ ചെയ്യാനാണ് ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ, BP, ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. P0 P1 P0 ഇൻറ്റു P1 ഇൻറ്റു P2 ഇൻറ്റു P3. ആ വാല്യൂ ഇഫ് ദ വാല്യൂ ഓഫ് BP ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? P0ൻ്റെയും P1ൻ്റെയും P2ൻ്റെയും P3യുടെയും വാല്യൂസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1. ദെൻ ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സി ഇൻ ഓഫ് ദ ഫസ്റ്റ് ഫുൾ ആഡർ വിൽ ബി ഈക്വൽ ടു ദ ഫൈനൽ സി ഔട്ട് ഓഫ് ദ ലാസ്റ്റ് ഫുൾ ആഡർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്യാരി ബൈപ്പാസ് ചെയ്യുവാണ്. എന്ന് പറയുമ്പോൾ ഇത്രയും സമയം ഇത് ക്യാരി റിപ്പിൾ ചെയ്ത് പോകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാതെ നമുക്ക് ജസ്റ്റ് ആ ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ ഇത്രയും റിപ്ലൈ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യാതെ ഡയറക്റ്റ്ലി തന്നെ ഔട്ട്പുട്ടിലേക്ക് സി ഔട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് താഴത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്, മക്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ താഴെ ബൈപ്പാസ് അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് പാത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് BP എന്ന് പറയുന്നത് ഈസ് ഗിവൺ ആസ് എ സെലക്ട് ലൈൻ ടു ദ മക്സ്. അപ്പോൾ BPയുടെ വാല്യൂ 0 ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യും. BPയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? സി ഇൻ ഓഫ് ദ ഫസ്റ്റ് ഫുൾ ആഡർ ഈസ് ടേക്കൺ ആസ് ദ സി ഔട്ട് ഓഫ് ദ ഫൈനൽ സ്ട്രക്ചർ. അപ്പം BPയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എയ്തർ കിൽ അല്ലെന്നുണ്ടെങ്കിൽ ജനറേറ്റ് ഫംഗ്ഷൻ ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ്. ഇനിയിപ്പം ഒരു ക്യാരി ബൈപ്പാസ് ആഡറിൻ്റെ തന്നെ ഇപ്പോൾ ഒരു 16-bit ഇംപ്ലിമെൻറ്റേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. സപ്പോസ് M ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ 1 സ്റ്റേജ്. ഇപ്പോൾ ഈ കേസിൽ 16-bit ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ 4 bit വരും. ദെൻ N ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ ദ ആഡർ. ഇപ്പോൾ ഈ കേസിൽ 16-bit വരും അല്ലേ. അപ്പോൾ ദെർഫോർ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ടോട്ടൽ ആഡർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു N/M ഈക്വൽ ലെങ്ത് ബൈപ്പാസ് സ്റ്റേജസ്. N/M എന്ന് പറയുമ്പോൾ ഇവിടെ 16/4 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഈക്വൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റേജസും 4 bit ആയിരിക്കും. അപ്പോൾ നോക്കി ആദ്യത്തെ സ്റ്റേജിൻ്റെ ഏറ്റവും ടോപ്പിൽ എഴുതിയിട്ടുണ്ട് ബിറ്റ് 0 to 3 എന്ന് പറയുമ്പോൾ 4 bit. രണ്ടാമത്തേത് 4 to 7 എന്ന് പറയുമ്പോൾ അഗെയിൻ 4 bit, 8 to 11 അഗെയിൻ 4 bit ആൻഡ് 12 to 15 അഗെയിൻ 4 bit. അങ്ങനെ 4 bits ഉള്ള ഈക്വൽ സ്റ്റേജസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം 16-bit ആഡർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളിതിൻ്റെ ക്രിട്ടിക്കൽ പാത്താണ് ഇപ്പം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഡാർക്ക് ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതിന് ആണ് ഇതിൻ്റെ ബ്ലാക്ക് ലൈൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് വരുന്നത്. എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജസിൽ ബൈപ്പാസ് നടക്കുന്നതായിട്ടും സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജസിൽ ബൈപ്പാസ് നടക്കുന്നില്ല, വിച്ച് മീൻസ് ക്യാരി റിപ്ലിംഗ് നടക്കുന്നുള്ള അസംഷനിലാണ് ഇപ്പം ഇക്വേഷൻ എഴുതാനായിട്ട് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. T സെറ്റപ്പ് എന്ന് പറയുന്നത് ഈസ് എ ടൈം ടു ക്രിയേറ്റ് ദ ജനറേറ്റ് ആൻഡ് ദ പ്രൊപ്പഗേറ്റ് സിഗ്നൽസ്
ഓർ ദ ഫങ്ഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ടൈമിനാണ് ടി സെറ്റപ്പ്, ടൈം ഫോർ സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുന്നത് എല്ലാ ബ്ലോക്സിലും ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ സ്റ്റേജസിലും അത് പാരലലി ആയിട്ടായിരിക്കും ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. ദെൻ ടി ക്യാരി ഈസ് എ പ്രൊപ്പഗേഷൻ ഡിലേ ത്രൂ എ സിംഗിൾ ബിറ്റ്. ഫോർ ദ ക്യാരിയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടി ബൈപ്പാസ് എന്ന് പറയുന്നത് ഇസ് എ പ്രൊപ്പഗേഷൻ ഡിലേ ത്രൂ എ ബൈപ്പാസ് മക്സ് ഓഫ് എ സിംഗിൾ സ്റ്റേജ്. ദെൻ അഗെയിൻ ടി സം എന്ന് പറയുന്നത് ഇസ് എ ടൈം ടു ജനറേറ്റ് ദ സം which is taking place in the final stage. Therefore the total propagation time എന്ന് പറയുന്നത് is given by ടി ആഡർ. അപ്പോൾ ടി ആഡറിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തുണ്ട്? ടി സെറ്റപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും വേണം. കാരണം propagate as well as generate function എന്ന് പറയുന്നത് is to be formed from the inputs A and B എന്ന് പറയുന്നത് parallelly take place ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി. കാരണം ഒന്ന് കഴിഞ്ഞിട്ടല്ല അടുത്തത് വരുന്നത് ഒരേ സമയത്ത്. ഇപ്പോൾ ടൈം ടി ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ടൈം ടി ഈക്വൽ ടു 0 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എഗെയിൻ അതിനെ നമ്മൾ ഇപ്പം 4 ടൈമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദെൻ എം ഇൻറ്റു ടി ക്യാരി എന്ന് പറയുന്നത് വിച്ച് മീൻസ് ത്രൂ എം ബിറ്റ്സ് ദ ക്യാരി ഈസ് റിപ്ലിങ്. അതുകൊണ്ടാണ് എം ഇൻറ്റു ടി ക്യാരി. ദെൻ എൻ ബൈ എം മൈനസ് 2 ഇൻറ്റു ടി ബൈപ്പാസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈസ് ദ ടൈം ടേക്കൺ ഫോർ ബൈപ്പാസിങ് ദ carry value through the mux in the second and the third stages. കാരണം സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജസിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്? ക്യാരി ബൈപ്പാസിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദർഫോർ എൻ ബൈ എം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 16/4 എന്ന് പറയുമ്പോഴത്തേക്ക് 4 - 2 വിച്ച് ഈസ് 2 സ്റ്റേജസിൽ ബൈപ്പാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2 ആണ് -2 ആണുള്ളത്, അല്ലാതെ 1 അല്ല. അത് കുറേ സ്ഥലങ്ങളിലൊക്കെ തെറ്റി 1 വന്നിട്ടുണ്ട്. അപ്പോൾ 2 ആണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ദെൻ അഗെയിൻ ദാറ്റ് പ്ലസ് M-1 ടി ക്യാരി പ്ലസ് ടി സം. അതെന്ന് പറയുന്നത് നമ്മൾ നോർമൽ റിപ്പിൾ ആഡർ നമ്മൾ കണ്ടതിനോട് സിമിലറാണ്. അതിൻ്റെ അകത്ത് നമ്മൾ N-1 ടി ക്യാരി പ്ലസ് ടി സം ആണ് കണ്ടത്. അതിന് അനലോഗസ് ആയിട്ട് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ റിപ്ലിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കറസ്പോണ്ടിംഗ്ലി ആൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ സമ്മിന് കറസ്പോണ്ടിംഗ്ലി ഫോം ചെയ്തിരിക്കുന്ന ഇക്വേഷനാണ്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രാഫ് കാണാനായിട്ട് പോവാണ്. എൻ എന്ന് പറയുന്നത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആൻഡ് ടി പി എന്ന് പറയുന്നത് ഈസ് ദ പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിപ്പിൾ ക്യാരി ആഡറിൻ്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഡിലേ വാസ് ഇൻക്രീസിങ് ലീനിയർലി വിത്ത് ദ നമ്പർ ഓഫ് ബിറ്റ്സ്. ദെൻ ഇവിടെ ക്യാരി ബൈപ്പാസ് ആഡറിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ദ ഡിലേ എന്ന് പറയുന്നത് ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ റിപ്പിൾ ക്യാരി ആഡർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ക്യാരി ലുക്ക് ഹെഡ് ആഡറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദ ഡിലേ ബേസിക്കലി ഇൻക്രീസസ് ലോഗരിത്മിക്കലി അല്ലെങ്കിൽ ലോഗ് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിറ്റ്സ്. അത് നമുക്ക് ഗ്രാഫിക്കലി കാണിച്ചിട്ടില്ല, പക്ഷെ അതൊന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. CLAയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ഡിലേ ഇൻക്രീസസ് ലോഗരിത്മിക്കലി വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ബിറ്റ്സ്. ലോഗ് ഓഫ് n വെച്ചിട്ടായിരിക്കും അത് ഇൻക്രീസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ആർ ദ ക്യാരി സെലക്ട് ആഡേഴ്സ്. ബേസിക്കലി 2 ക്യാരി സെലക്ട് ആഡേഴ്സ് ആണുള്ളത്. ലീനിയർ ക്യാരി സെലക്ട് ആഡർ ആൻഡ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. അപ്പം ഇത്രയേ ഉള്ളൂ. ക്യാരി സെലക്ട് ആഡർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രീ കാൽക്കുലേറ്റിംഗ് ദ സീൻ ഫോർ ബോത്ത് ദ വാല്യൂസ് ഓഫ് zeros and ones for different stages and evaluating the final output or the C out. സീനിൻ്റെ വാല്യൂസ് അപ്പം നമുക്കറിയാം, സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ വരാനായിട്ടുള്ള 2 ചാൻസേ ഉള്ളൂ. ഇത് 0 അല്ലെന്നുണ്ടെങ്കിൽ 1. അപ്പം നേരത്തെ തന്നെ നേരത്തെ നമ്മൾ റിപ്പിൾ ചെയ്ത് വരുന്നവിടെ വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ബാക്കിയുള്ള സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിന് പകരം ആ ഇരിക്കുന്ന സ്റ്റേജസ് നേരത്തെ തന്നെ പ്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുവാണ്. സീനിൻ്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞെങ്കിൽ സി ഔട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, സീനിൻ്റെ വാല്യൂ 1 വന്നു കഴിഞ്ഞാൽ സി ഔട്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് മുൻകൂട്ടി നമ്മളുടെ ഫുൾ ആഡർ എന്ന് പറയുന്നത് പ്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ സീൻ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഓൾറെഡി ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് ഏതാണോ വന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂവിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അതാണ് ബേസിക്കലി ഇതിനകത്ത് വരുന്നത്. അപ്പം മേളിലെ സെറ്റപ്പിൽ നിന്ന് നമുക്ക് ഓൾറെഡി അറിയാം ഫ്രം ദ എ ആൻഡ് ബി നമ്മൾ ഫോമിങ് ഓഫ് ദ പ്രൊപ്പഗേറ്റ് ആസ് വെൽ ആസ് ദ ജനറേറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, ആരോ മാർക്ക് പോയിരിക്കുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക.
അപ്പോൾ അതിനകത്ത് 0-യിൽ നിന്നല്ല 1-ലേക്ക് പോകുന്നത്. സെറ്റപ്പിൽ നിന്ന് ഒരേ സമയത്താണ് 0 ക്യാരി പ്രൊപ്പഗേഷനും ആസ് വെൽ ആസ് 1 ക്യാരി പ്രൊപ്പഗേഷനും കാണിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് സീനിൻ്റെ വാല്യൂ 0 വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതും, അതേപോലെ തന്നെ 1-ൻ്റെ വാല്യൂ, സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരുമ്പോൾ സി ഔട്ട് എന്തായിരിക്കും എന്നുള്ളത് ഒരേ സമയത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആരോ മാർക്ക് അതാണ്. ചിലത് ഷെയ്ഡഡ് ആയിട്ടും ഡാർക്കായിട്ടും കാണിക്കാനുള്ള റീസൺ അതാണ്. സെറ്റപ്പിൽ നിന്ന് 0 ക്യാരി പ്രൊപ്പഗേഷൻ്റെ 0 ക്യാരി പ്രൊപ്പഗേഷനും അതേപോലെ തന്നെ 1 ക്യാരി പ്രൊപ്പഗേഷനും അറ്റ് ദ സെയിം ടൈമാണ് ആക്ച്വലി ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ ഡയഗ്രം വരയ്ക്കുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ദെൻ they are given to the multiplexer. അപ്പോൾ ഇവിടെ നോക്കുക, C0 ഓഫ് K-1 എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ടു ദ മക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ C0 ഓഫ് K, ഇപ്പോൾ അസ്യൂമിങ് ദ ഗിവൺ ആഡർ ഈസ് ഇൻ ദ കേത്ത് സ്റ്റേജിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് ക്യാരി ഓഫ് ദ K-1 സ്റ്റേജ്. ദാറ്റ് വിൽ ബി ഗിവൺ ആസ് ദ ഇൻപുട്ട് ക്യാരി ഓഫ് ദ കറണ്ട് സ്റ്റേജ് വിച്ച് ഈസ് ദ കേത്ത് സ്റ്റേജ് അല്ലേ. അപ്പോൾ സീൻ ഓഫ് ദ കേത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? C0 ഓഫ് K-1 സ്റ്റേജ്. പ്രീവിയസ് സ്റ്റേജിൻ്റെ സി ഔട്ട് ആയിരിക്കും എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് കേത്ത് സ്റ്റേജിലുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ അസ്യൂമിങ് ഇപ്പോൾ എൻ്റെ കറണ്ട് സ്റ്റേജിൽ ഇപ്പോൾ 4 ബിറ്റ്സ് ആണ് ഇപ്പോൾ ഈ ബ്ലോക്കിലുള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ സി ഔട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? C0 ഓഫ് K+3. C0 ഓഫ് K+3. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ദെൻ ഫൈനലി ദ സം ജനറേഷൻ. നെക്സ്റ്റ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത് ഈസ് ദ ലീനിയർ ക്യാരി സെലക്ട് ആഡർ. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെ വെച്ചിട്ടുള്ള കറസ്പോണ്ടിങ് ഇക്വേഷനാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ലീനിയർ ക്യാരി സെലക്ട് ആഡറിനകത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാരി സെലക്ട് ആഡറിനകത്ത് ഓൾറെഡി സീനിൻ്റെ വാല്യൂ 0 ആണോ 1 ആണോ എന്നതിനെ ബേസ് ചെയ്ത് സി ഔട്ടിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ലീനിയർ ക്യാരി സെലക്ട് ആഡറിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ ബ്ലോക്സും അല്ലെങ്കിൽ ഓരോ സ്റ്റേജസും എന്ന് പറയുന്നത് ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നേരത്തെ നമ്മൾ കണ്ടിരിക്കുന്ന ക്യാരി ബൈപ്പാസ് ആഡറിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആക്ച്വലി മൾട്ടിപ്ലക്സേഴ്സ് കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹാർഡ്വെയർ സർക്യൂട്ടറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ് മറ്റതിനെ അപേക്ഷിച്ച്, ബട്ട് ഇറ്റ് ഈസ് മോർ ഫാസ്റ്റർ. അപ്പോൾ നോക്കിക്കേ, 0 വരുമ്പോഴും 1 വരുമ്പോഴും ഓരോ സ്റ്റേജ് ആയിട്ട് നോക്കുക. ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് 0 to 3 എന്ന് പറയുമ്പോൾ 4 ബിറ്റ്, അഗെയിൻ 4 to 7 എന്ന് പറയുമ്പോൾ 4 ബിറ്റ്, 8 to 11 അഗെയിൻ 4 ബിറ്റ്, ആൻഡ് ലാസ്റ്റ് 12 to 15 ഈസ് അഗെയിൻ എ 4 ബിറ്റ് ബ്ലോക്ക്. അപ്പോൾ 16 ബിറ്റ് ആഡർ എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ഉള്ള ഈക്വൽ ആയിട്ടുള്ള 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ സം ജനറേഷൻ ആസ് വെൽ ആസ് ക്യാരി ജനറേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിൻ്റെ മക്സ് വഴിയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോൾ 0 സീൻ എന്ന് പറയുന്നത് വരുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു സെറ്റപ്പിൽ നിന്ന്, സെറ്റപ്പ് എന്ന് പറയുമ്പം എ ആൻഡ് ബിയിൽ നിന്ന് പ്രൊപ്പിക്കേറ്റ് ആസ് വെൽ ആസ് ജനറേറ്റ് ഫങ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ 0 ആണോ 1 ആണോ വരുന്നത് എന്നനുസരിച്ച് മക്സിൽ നിന്ന് അവർ സെലക്ട് ചെയ്തെടുക്കുവാണ് 0 ആണോ 1 ആണോ എന്നുള്ളത്. ആൻഡ് അതിൻ്റെ സം ജനറേഷൻ ദെൻ അഗെയിൻ ദാറ്റ് ഈസ് പാസ്ഡ് ഓൺ ടു ദ സീൻ ഓഫ് ദ സെക്കൻഡ് വൺ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈവൻ തോ ഇവർ ഓൾറെഡി ഓരോ സ്റ്റേജസും സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീനിൻ്റെ വാല്യൂ 0 ആണോ ഓർ 1 എന്ന് കറസ്പോണ്ടിങ് ആയിട്ട് സി ഔട്ടിൻ്റെ വാല്യൂ പ്രീ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇതെല്ലാം ഈക്വൽ ബിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റേജസിനും ഈക്വൽ നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ഈവൻ തോ ആ മേളിലത്തെ 0 or 1 ക്യാരി വരെയുള്ള സംഭവം ഒരേ സമയത്ത് അവർ ചെയ്തു തീർക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഒറിജിനൽ സീൻ വരാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഈസ് ക്വയറ്റ് ലാർജർ അല്ലേ. അപ്പം വിച്ച് മീൻസ് ദ വെയിറ്റിംഗ് ടൈം ഓഫ് ദി ലാസ്റ്റ് ബ്ലോക്ക് ഈസ് ക്വയറ്റ് ഹയർ വെൻ കമ്പയർഡ് വിത്ത് അതർ ബ്ലോക്സ്. അല്ലെങ്കിൽ ആസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻക്രീസസ് ദ വെയിറ്റിംഗ് ടൈം ഓൾസോ ഇൻക്രീസസ് ഗ്രാജുവലി അല്ലെങ്കിൽ പ്രോഗ്രസീവ്ലി അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഈക്വൽ ബ്ലോക്സിന് പകരം അസ്യൂമിങ് ഞാൻ തുടക്കത്തിലുള്ള എൻ്റെ സ്റ്റേജസിലൊക്കെ കുറച്ച് ബിറ്റുകളും ദെൻ ആസ് ദ നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻക്രീസസ് ഞാൻ ബിറ്റ് വിത്ത് എന്ന് പറയുന്നത് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവസാനത്തെ ഫൈനലിൽ ഇരിക്കുന്ന സ്റ്റേജസ് എന്ന് പറയുന്നത് എന്തായാലും അവർക്ക് വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ എനിക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് ഇനീഷ്യലി ഉള്ള ബ്ലോക്സിൻ്റെ
ബ്ലോക്സ് എന്ന് പറയുന്നത് ചെറിയ ബ്ലോക്സ് ആയിട്ട് നമ്പർ ഓഫ് ബിറ്റ്സ് കുറച്ചുകൊണ്ടും ദെൻ ഓരോ സ്റ്റേജ് കഴിയുന്നതോറും ബിറ്റ്സ് കൂട്ടി വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വെയിറ്റിംഗ് ടൈം എന്തായാലും വെയിറ്റ് ചെയ്യണം, ബട്ട് സ്റ്റിൽ എനിക്ക് വെയിറ്റിംഗ് ടൈമിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ റിഡക്ഷനും പോസിബിളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ ഇക്വേഷനോടെ കാണാനായിട്ടുണ്ട്, വിച്ച് ഈസ് ദ ടി ആഡർ ഈസ് ഗിവൺ ബൈ എന്താണ് ടി സെറ്റപ്പ് പ്ലസ് എൻ ബൈ എം ടി മക്സ് പ്ലസ് എം ടി ക്യാരി പ്ലസ് ടി സം. അത് ടി സെറ്റപ്പ് നമുക്കറിയാം, സെറ്റപ്പ് ടൈമാണ്. എം ഇൻറ്റു ടി ക്യാരി എന്ന് പറയുന്നത് ക്യാരി റിപ്ലിംഗ് ത്രൂ സം സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ ടി മക്സ് എന്ന് പറയുന്നത് ഈസ് ദ ടൈം ടേക്കൺ ടു സെലക്ട് സീൻ ബൈ ദ മക്സ് എന്നാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ. ആൻഡ് ഫൈനലി ടി സം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ വേരിയിങ് വിത്തിൻ്റെ കേസാണ്. വിത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ദാറ്റ് വിൽ ബി കോൾഡ് ആസ് എ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡർ. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ ബിറ്റ് 0 to 1 എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ സ്റ്റേജിൽ ഇസ് എ 2 ബിറ്റ് സ്റ്റേജ്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ബിറ്റ് 2 to 4 എന്ന് പറയുമ്പോൾ 3 ബിറ്റാണ്. ദെൻ അഗെയിൻ ബിറ്റ് 5 to 8 എന്ന് പറയുമ്പോൾ is a 4 bit stage. Then bit 9 to 13 എന്ന് പറയുമ്പോൾ that is a 5 bit stage. അപ്പോൾ എന്താണ്, ഓരോ സ്റ്റേജ് കഴിയുമ്പം ബിറ്റ് എന്ന് പറയുന്നത് +1 ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ബിറ്റാണ്, 2 + 1. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 3 ബിറ്റാണ്, 3 + 1. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് 4 ബിറ്റാണ്, ദെൻ 4 + 1. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 5 ബിറ്റാണ്. അങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുന്നവർ +1 പോയിക്കൊണ്ടിരിക്കും. ഞാൻ എത്ര ബിറ്റ് ആഡറാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ദാറ്റ് വിൽ ബി ഇൻക്രീസ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വെയിറ്റിംഗ് ടൈം ക്യാൻ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ് ബൈ ഇൻക്രീസിങ് ദ വിഡ്ത്ത് ഓഫ് ദ ആഡർ പ്രോഗ്രസീവ്ലി. കാരണം ആസ് ദ നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻക്രീസസ് ആണ് നമ്മൾ ബിറ്റ് വിഡ്ത്ത് കൂട്ടി കൊടുക്കുന്നത്. ഓൾ റൈറ്റ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനിലേക്ക് നോക്കാം. ടി ആഡർ ഈസ് ഗിവൺ ബൈ ദ ടി സെറ്റപ്പ് പ്ലസ് എം ഇൻറ്റു ടി ക്യാരി. ഇവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ. നേരത്തെ കേസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടി മക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് √2n ഇൻറ്റു ടി മക്സ് പ്ലസ് ടി സം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദ ടൈം ഡിലേ എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ബിറ്റ്സ്. കാരണം n എന്ന് പറയുന്നത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. ദെർഫോർ ടൈം ഡിലേ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പർ ഓഫ് ബിറ്റ്സ്. അപ്പം നമുക്ക് നേരത്തെ തന്നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദ ഡിലേ ക്യാൻ ബി ഈസിലി റെഡ്യൂസ്ഡ്. അപ്പോൾ ഇതൊരു കമ്പാരിസണാണ് കാണിച്ചിരിക്കുന്നത് n വേഴ്സസ് ടി പി. n എന്ന് പറയുന്നത് ഈസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ്, ടി പി എന്ന് പറയുന്നത് ഈസ് ദ പ്രൊപ്പഗേഷൻ ടൈം. അപ്പം നോക്കിക്കേ, റിപ്പിൾ ക്യാരി ആഡറിനെ വെച്ച് നോക്കുമ്പം ദ ഡിലേ ഓഫ് ദ ലീനിയർ ക്യാരി സെലക്ട് ആഡർ ഈസ് ലെസ് ആൻഡ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡറിൻ്റെ ഡിലേ എന്ന് പറയുന്നത് ഈസ് മച്ച് ലെസ്സർ വെൻ കമ്പയർഡ് വിത്ത് ദ ലീനിയർ ക്യാരി സെലക്ട് ആഡർ. നമുക്കതുകൊണ്ട് തന്നെ വിത്ത് വേരി ചെയ്യിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിലേ ക്യാൻ ബി ഈസിലി ഡിക്രീസ്ഡ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഈ സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡറിൻ്റെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പോൾ ഇനീഷ്യലി ആ സെറ്റപ്പിൻ്റെ താഴെ ഫസ്റ്റത്തെ ബ്ലോക്കിൻ്റെ സെറ്റപ്പിൻ്റെ താഴെ 1 എന്ന് പറഞ്ഞ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ, അസ്യൂമിങ് ദാറ്റ് ഈസ് ബീങ് ടേക്ക് പ്ലേസ് അറ്റ് ടൈം t is equal to 1 ടേക്ക് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് 0, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 0 വരുന്നതും സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരുന്നതും സീനിൻ്റെ വാല്യൂ 1 എന്ന് പറയുന്നത് രണ്ട് സമയത്തല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദേ ആർ പാരലലി കാൽക്കുലേറ്റഡ്. ഓക്കെ, അപ്പം ടൈം t is equal to 0 ഇത് സ്റ്റാർട്ട് ചെയ്തു. ടൈം t is equal to 1 എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സീനിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വരുമ്പോഴും 1 വരുമ്പോഴും എന്താണെന്നുള്ള കറസ്പോണ്ടിങ്ങിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റി. ദെൻ എന്ത് പറ്റി, ടൈം t is equal to 3 അതിന് കറസ്പോണ്ടിങ്ങിൽ ദാറ്റ് ആർ ഗിവൺ ആസ് ഇൻപുട്ട് ടു ദ മക്സ്. ആൻഡ് ടൈം t is equal to 4 എന്ത് സംഭവിച്ചു, സീനിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന സി ഔട്ടിൻ്റെ വാല്യൂ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അറ്റ് ടൈം t is equal to 4 സി ഔട്ട് ഈസ് ബീയിങ് ഗിവൺ ആസ് ദ ഇൻപുട്ട് ടു ദ സെക്കൻഡ് സ്റ്റേജ് ആണല്ലോ. ദെൻ ആ സമയം കൊണ്ട് ഇവിടെ ഓൾറെഡി ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമുക്ക് 2 ബിറ്റ് ആയിരുന്നു, പിന്നത്തെ എന്ന് പറയുന്നത് 3 ബിറ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടൈം t is equal to 4 ആകുമ്പോഴേ കാൽക്കുലേഷൻ തീരുന്നുള്ളൂ, കാരണം ഒരു ബിറ്റ് എക്സ്ട്രാ ഉണ്ട്.
അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇവിടെ സീൻ വരുന്ന അതേ സമയത്ത് ഇവിടെ കാൽക്കുലേഷൻ കഴിഞ്ഞ് ഇരിക്കുവാണ് അല്ലേ? അപ്പോൾ ദെയർഫോർ അറ്റ് ടൈം t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് സ്റ്റേജിലുള്ള മക്സിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് എടുക്കാം. അപ്പം മൂന്നാമത്തെ സ്റ്റേജിൽ എന്താണ് ഇരിക്കുന്നത്, 4 ബിറ്റാണ് അല്ലേ? അപ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു 5 ആകുമ്പോഴേ എൻ്റെ മക്സിൻ്റെ മക്സിൽ ടൈം t ഈസ് ഈക്വൽ ടു 5 വരുമ്പോഴേക്കും എൻ്റെ തേർഡ് സ്റ്റേജിലിരിക്കുന്ന മക്സിൻ്റെ ഇൻപുട്ടും കിട്ടും. ആ സമയം കൊണ്ടുള്ള കാൽക്കുലേഷനും കഴിഞ്ഞു അല്ലേ? അപ്പോൾ ദെയർഫോർ ടൈം t ഈസ് ഈക്വൽ ടു 6 തേർഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പം അടുത്ത ബിറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോഴേക്കും 5 ബിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു 6 ആകുമ്പോഴേ അതിൻ്റെ ഔട്ട്പുട്ട് ആവത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്ത് കിട്ടുന്നു, ടൈം t ഈസ് ഈക്വൽ ടു 6 തേർഡ് സ്റ്റേജിൻ്റെ സി ഔട്ട്, വിച്ച് മീൻസ് ഫോർത്ത് സ്റ്റേജിൻ്റെ സീൻ കിട്ടി അല്ലേ? അപ്പം ടൈം t ഈസ് ഈക്വൽ ടു 6 ആയപ്പോഴേക്കും അതിൻ്റെ സീനും കിട്ടി. ഓൾറെഡി ഒരു വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ദെയർഫോർ ടൈം t ഈസ് ഈക്വൽ ടു 7 ഫോർത്ത് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ബേസിക് അഡ്വാൻറ്റേജ്. അതിന് വർക്കിംഗ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇത് പറയാം. കാരണം ഇപ്പം നമുക്ക് ഡിഫറെൻറ്റ് വിഡ്ത്തായിട്ട് ഇത് കൊടുത്തിരിക്കുന്നത് കാരണം ആക്ച്വലി ആ വെയിറ്റിംഗ് ടൈമിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെയിറ്റിംഗ് ടൈം ഹാസ് ബീൻ ഗ്രാജുവലി ഡിക്രീസ് വെൻ കമ്പയർഡ് വിത്ത് ദ കൗണ്ടർ പാർട്ട്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ബേസിക്കലി ഗ്രാഫ് ലീനിയർ സെലക്ട് ആഡറിനെക്കാട്ടിലും കുറച്ചും കൂടെ കുറവായിട്ട് സ്ക്വയർ റൂട്ട് ആഡർ വരാനായിട്ടുള്ള റീസൺ. ദെൻ ഫൈനലി കമ്മിങ് ടു ആൻ ഓവർവ്യൂ, നമ്മൾ ഓൾറെഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡേഴ്സ് കണ്ടു കഴിഞ്ഞു. റിപ്പിൾ ക്യാരി ആഡർ കണ്ടു, വിച്ച് വാസ് വെരി സിമ്പിൾ ആൻഡ് ഈസ് ഓഫ് ദ ലീസ്റ്റ് കോംപ്ലെക്സിറ്റി. ദെൻ ക്യാരി ബൈപ്പാസ് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്ലോക്ക് പ്രൊപ്പഗേറ്റ് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ബൈപ്പാസ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റി. ദെൻ ക്യാരി സെലക്ട് ആഡേഴ്സ് ആണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് രണ്ടെണ്ണം, ലീനിയർ ക്യാരി സെലക്ട് ആസ് വെൽ ആസ് സ്ക്വയർ റൂട്ട് ക്യാരി സെലക്ട് ആഡേഴ്സ്, ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് സി ഔട്ട്സ് ആർ ബീയിങ് പ്രീ കാൽക്കുലേറ്റഡ് വിത്ത് ദ വാല്യൂസ് ഓഫ് സീൻ. ദെൻ ക്യാരി ലുക്ക് ഹെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഷോർട്ടൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.